നമസ്കാരം. സരസ്വതി എന്ന സിനിമയുടെ പ്രീ റിലീസ് വേദിയിൽ ചിത്രത്തിന്റെ സംവിധായികയും ശരത് കുമാറിന്റെ മകളുമായ വരലക്ഷ്മിയെക്കുറിച്ച് വികാരാധീനയായി സംസാരിച്ച് വൈറലായിരിക്കുകയാണ് നടി രാധിക ശരത് കുമാർ. സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിലുപരി വരലക്ഷ്മിയുടെ കരിയറിലെ പോരാട്ടങ്ങളെയും കുടുംബത്തിന്റെ പിന്തുണയെയും കുറിച്ചാണ് രാധിക അധികവും മനസ്സ് തുറക്കുന്നത്. സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിലുപരി വരലക്ഷ്മിയുടെ കരിയറിലെ പോരാട്ടങ്ങളെയും കുടുംബത്തിന്റെ പിന്തുണയും കുറിച്ചാണ് രാധിക അധികവും മനസ്സ് തുറന്നത്. ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് വരലക്ഷ്മിയുടെ അച്ഛൻ ശരത് കുമാർ ആയിരിക്കുമെന്നും പുറത്തു കാണിക്കില്ലെങ്കിലും മകളെക്കുറിച്ച് അദ്ദേഹത്തിന് അത്രമേൽ അഭിമാനമാണെന്നും രാധിക പറയുന്നുണ്ട്. വരലക്ഷ്മിയുടെ സിനിമാ പ്രവേശനം അത്ര എളുപ്പമായിരുന്നില്ല എന്നും നിർമ്മാതാക്കളെ വരെ വിളിച്ച് ശരത് കുമാർ മകളെ അഭിനയിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ശരത്തിന് അവൾ സിനിമയിൽ വരുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നുവെന്നും അവർ തുറന്നു പറയുന്നുണ്ട്. താനൊരു ഇൻസ്പെക്ടർ വേഷത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഛായയും വരലക്ഷ്മിയും സെറ്റിലേക്ക് വരുന്നത്. ശരത്തിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണമെന്ന് ഛായ തന്നോട് പറഞ്ഞു. പിന്നീട് കാരവാനിൽ വെച്ച് നടന്ന ആ ചർച്ച ഇന്നും തന്റെ മനസ്സിലുണ്ട്. വരലക്ഷ്മി കരഞ്ഞുകൊണ്ട് അച്ഛനോട് വാദിക്കുകയായിരുന്നു. എത്രയൊക്കെ പറഞ്ഞിട്ടും ശരത്ത് സമ്മതിക്കുന്നില്ല. ഒടുവിൽ ഛായയും വരുവും തന്റെ അരികിലെത്തി. ഇക്കാര്യം താനല്ല തീരുമാനമെടുക്കേണ്ടത്, എന്നാലും ശരത്തുമായി സംസാരിക്കാമെന്ന് അവർക്ക് വാക്കുകൊടുത്തു. അവർക്കൊപ്പം താനും ചെന്നു. നമിതയുമായുള്ള ഡാൻസാണ് അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യുന്നത്. നമിതയാവുമ്പോൾ അറിയാമല്ലോ, നല്ല ഗ്ലാമർ ഡാൻസ് ആണ്. ശരത് മസിലൊക്കെ കാണിച്ച് സ്റ്റൈലിൽ നിൽക്കുകയാണ്. തങ്ങളെ കണ്ടതും അദ്ദേഹം ചാടി കാരവാനിൽ കയറി. കാരവാനിൽ ഇരുന്നും വരു കരയുകയാണ്. ശരത് സമ്മതിക്കുന്നതേയില്ല. ഛായ തന്നെ നോക്കി എന്തെങ്കിലും ചെയ്യൂ എന്ന മട്ടിൽ ഇരിക്കുകയാണ്. താൻ ഇൻസ്പെക്ടറുടെ വേഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവസാനം ശരത്ത് സമ്മതിക്കുകയായിരുന്നു. വരലക്ഷ്മി ശരത് കുമാർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സരസ്വതി എന്ന ചിത്രം ഒരു ആക്ഷൻ ത്രില്ലറാണ്. സ്വന്തം മകളെ കാണാതാകുന്ന ഒരമ്മയുടെ വേദനയും നീതിക്കായുള്ള പോരാട്ടവുമാണ് ചിത്രത്തിന്റെ പ്രമേയം. പ്രകാശ് രാജ്, പ്രിയാമണി, കിഷോർ, രാവു രമേശ്, മുരളി ശർമ്മ, രാധിക ശരത് കുമാർ, നാസർ എന്നിങ്ങനെ വൻ താരനിരയാണ് ഈ സിനിമയിൽ അണിനിരക്കുന്നത്. വെറുമൊരു ഇമോഷണൽ ഡ്രാമ എന്നതിലുപരി ആവശ്യഘട്ടത്തിൽ ആയുധമെടുക്കാൻ മടിക്കാത്ത ഒരു സ്ത്രീയുടെ കരുത്തുറ്റ മാറ്റം ട്രെയിലറിലൂടെ നമുക്ക് കാണാം. തമൻ സംഗീതം നൽകുന്ന ഈ ചിത്രം വരലക്ഷ്മി എന്ന നടിയുടെയും സംവിധായികയുടെയും കരിയറിലെ വലിയൊരു നാഴികക്കല്ലാകുമെന്നാണ് സിനിമാ ലോകം പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ആരാധകരും.